ഓട്ടോയിൽ പോവാൻ. അയ്യോ എന്റെ ഫോണ് താഴെ പോവും. നീ അടച്ചു മൂടിയിട്ട് അല്ലേ? നിനക്ക് എങ്ങനെയായിരുന്നു പണ്ട് ബൈക്ക് പോയായിരുന്നു ഇഷ്ടം? ബൈക്ക് അതെപ്പോഴും അത് ഡെയിലി ഓടിച്ചിട്ട്. പക്ഷെ ഓട്ടോയിൽ പോകുന്ന നല്ല രസമാണ്. പക്ഷേ ഈ റോഡ് ഇവള് മറ്റേ വണ്ടർലയിൽ പോയ മാതിരിയല്ല. അടങ്ങിയിരിക്കട്ടോ. ഫുഡ് കഴിച്ചാലോ? അയ്യോ ഞങ്ങൾ വിളിക്കാത്ത കല്യാണത്തിന് പോയ കഥ ഉണ്ട്. കഴിഞ്ഞാൽ ഒരു ദിവസം എനിക്ക് പറഞ്ഞുതരാം. മാള് എന്തായാലും റോളർ കോസ്റ്ററിൽ പോകുന്ന പോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ റോഡിന്റെ കുറച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇത്രയും എൻജോയ് ചെയ്തില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓട്ടോ വാങ്ങിക്കാമല്ലേ? മാളും അവിടെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഗൈസ്. കണ്ടോ, പുതിയതായിട്ട് കാണുന്ന സ്ഥലങ്ങൾ പോലെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നത്. കാറിൽ പോകുമ്പോ ഇതൊന്നും കാണാറില്ല. ഒറ്റ ഉറക്കായിരുന്നു. കാറ് കയറി അപ്പൊ ഉറങ്ങോ അടച്ചുപൂട്ടിയിരിക്കണ കാരണം. ഇപ്പൊ നന്നായിട്ടെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. ഗൈസ് ഞാനും എൻജോയ് ചെയ്യാണ് ഓട്ടോയിൽ പോണത്. അതിപ്പോ ചേട്ടൻ ഇറക്കി വിടും. മിക്കവാറും ഞങ്ങളെ കളി കണ്ടിട്ട് ഇപ്പൊ ചേട്ടൻ ഇറക്കി വിടും. ഞങ്ങളല്ല ഇവർ രണ്ടുപേരും. ഓളൊരു ഓട്ടോക്കാരി. ഒന്നും കാണുന്നില്ല തോന്നിയിരിക്കട്ടെ. ഇത് നമുക്ക് ഷോപ്പിലെത്തിയിട്ട് കാണാം. ഗുഹേന്റെ ഉള്ളിൽ കൂടെ പോകുന്നില്ലേ? ഗുഹയാണത്, കുഴിയല്ല. ഫ്ലാഷൊക്കെ ഓണാക്കുമ്പത്തേനും കോഴി കഴിയുമല്ല, ഗുഹ കഴിയും. ഞങ്ങളങ്ങനെ ഫസ്റ്റ് സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത്. സോ നമുക്കിവിടെ എന്തൊക്കെയുള്ളത് നോക്കാം ആദ്യം. ഏത് ചെരുപ്പ് നീ കാണിച്ചെന്നേ? ഇതോ ഷൂസ് വാങ്ങിക്കാനാ ഞാൻ വന്നേ. ഇത് ഷൂസ് എടുക്കും. അത് വേണ്ട, എനിക്ക് ഇതാണ് ഇഷ്ടമായി. പക്ഷെ എന്റെ പഴയതുണ്ടായിരുന്നത് ഇതേപോലെ ഒരു മൾട്ടി കളർ ആയിരുന്നു. ഇത് അതൊന്നല്ലേ? ഇട്ട് നോക്കാന്ന്. വലുതായിരിക്കും. ഓഹോ, ഇതിട്ടിട്ടിപ്പ ഞാൻ മൂക്കും കുത്തിരി വീഴുന്നുണ്ട്. നടക്കാനും പറ്റില്ല. ഇങ്ങോട്ട് അടുത്തേക്ക് വന്നാ പിന്നെ കണ്ണാടി ഇട്ടുന്ന പിന്നെ അവിടെ വരെ നടക്കണ്ടല്ലോ. ഇത് മേടിച്ചോ അങ്ങനത്തെ ഷൂ ഒക്കെ? ഇതാണ് ഇത്താന്റെ ഒരു ഈസ്തെറ്റിക്കിന് നല്ലത്. അത് എന്റെ ഷൂ ആണ്. കിഡ്സിന്റെ സെക്ഷൻ ഇവിടെ ഇല്ല മാളു. ഇല്ല, അത് വേറെ എന്തൊക്കെയാണ്. മാളൂസിനുള്ള ഡ്രസ്സ് നമുക്ക് ലുലുവിൽ നോക്കാം. എന്താ വെച്ചാല് ഇവിടെ അല്ല കുട്ടികളുടെ സെക്ഷൻ. അബ്ബക്കുള്ള ബനിയൻ നോക്കുന്ന നടക്കും. ഓർണമെന്റ്സ് എടുക്കണോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ. ഇതെന്താ പിന്നെ? ഓ ഇതൊക്കെ വേണം. ബാഗ് തൂക്കാന് നിർബന്ധം. ഞങ്ങൾക്കാണെങ്കിൽ തൂക്കണ്ട. അപ്പൊ ഞങ്ങക്ക് സന്തോഷായി. അവക്കാണ് അത് പിടിക്കണം. അവളെ കാട്ടി വലിയ ബാഗ്. മോബിക്കാർക്ക് ബനിയൻ നോക്കി നോക്കാം. നല്ലൊരു ടീഷർട്ട് വേണം. അടി കൂടുന്ന വയസ്സ് അടി കൂടുന്ന കണ്ടോ മാളു? ഡാൻസ് കളിക്കാം മാളു. മോപ്പിക്കാക്ക് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഷൂസ്? യെസ്. വേറെ ഏതാ നല്ല രസമുള്ള നോക്കി നോക്കൊന്ന്. ഇതിനേക്കാൾ രസമുള്ളതുണ്ടോന്ന്? അതേ മോഡലല്ലേ എനിക്ക് പഴയത് ഉണ്ടായിരുന്നു. അതാ പിന്നെ ഞാൻ ആ കളേഴ്സ് എടുക്കാത്ത. അങ്ങനത്തെ ഉണ്ടല്ലോ. ലിച്ചുന്റെ അതൊരു യെല്ലോ, ഇതൊരു ചെറിയ ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട്. ഇതെടുക്കാം. ബാഗിലിട്. കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ളതല്ലേ എടുക്കണ്ട. ലൂസ് വേണ്ടല്ലോ. നിനക്കൊരു വിഷമം? നിനക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എറിയും നിന്നെ. ഷൂസ് എടുത്ത് എറിയും ഞാൻ. അയ്യോ വലിയ ഉപകാരം.
എന്താ മൂവി കയ്യിലെ കണക്ക് ഞാൻ സ്പ്രേ ആണെന്ന് വിചാരിച്ചിട്ട് ഗൈസ് കേട്ടോ എന്തോ കയ്യിലാക്കി കൊണ്ടുവന്നിട്ട് അതെന്താ ഷേവ് ചെയ്യുന്ന ഒരാള് പെർഫ്യൂം അടിച്ചതലിച്ചു. നിനക്ക് ഇത്രയും താടി ഉണ്ടായിട്ട് നിനക്കിത് അറിയില്ല. അതെ ഡ്രസ്സിൽ അടിക്കണായിരുന്നു, ടീഷർട്ടിൽ കൊണ്ടുപോയി കളയാതെ എവിടെയെങ്കിലും. ഫേസ് മാസ്ക് വേണം മുക്കാൻ. ഹലോ ലുലു പോവാം. ലുലു പോകുന്നുണ്ടോ? നമുക്ക് അവിടുന്ന് നൈറ്റിൽ നോക്കാം. എന്താ കേട്ടെ നമ്മള് മുബിക്കാക്ക് വണ്ടി എടുക്കാൻ പോയ സമയത്ത് ഇവിടെ വേറൊരാള് വണ്ടി ഓടിച്ച് കളിക്കുന്നത്. ഇവിടെ എങ്ങാനും വീണാൽ എങ്ങനെ ഉണ്ടാവും? എന്താ ഇത്ര രസാണോ വീണ? ഗായ്സ് അപ്പൊ നമ്മൾ ഇനി ലുലുവിലേക്ക് പോവാണ്. എപ്പോഴത്തെയും ഞാൻ ഒരുങ്ങിട്ട് വന്നു. എപ്പോഴത്തെയും പോലെ തന്നെ കറങ്ങി തിരിഞ്ഞ് നമ്മള് ലുലുവിൽ, അതും പെരുന്നാൾ അടുപ്പിച്ചായതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും. മൂക്കൊക്കെ കരയുന്നു ഗൈസ്. അപ്പൊ ഞാനില്ലേ എന്തായിരുന്നു പറയാൻ വന്ന എന്താ വെച്ചാല് ഞങ്ങൾ ഇന്ന് ലുലുവിൽ പോണെന്ന് ഒരു പ്ലാനും ചെയ്തതല്ല. പക്ഷെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ലുലുവിൽ തന്നെ എത്താൻ പോകുന്നത്. അതെന്തോ ഒരു ഇതാണ്. ഞങ്ങൾ ടൗണിലേക്ക് ഇറങ്ങിയാല് കറങ്ങി തിരിഞ്ഞ് ലുലുവിൽ എത്തും ഞങ്ങൾ എന്തെങ്കിലും ആവശ്യമായിട്ട്, അല്ലെ മുബി? ഇപ്പൊ തന്നെ സാധാരണ സ്റ്റുഡിയോയിലൊക്കെ കിഡ്സിന്റെ സെക്ഷൻ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ഇവിടെ തുടങ്ങിയ സ്റ്റുഡിയോയിൽ ഇല്ലാ തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങളിപ്പോ ലുലുവിൽ പോകേണ്ടി വന്ന്. ഇനിയിപ്പോ അപ്പൊ എന്തായാലും മൂവിക്കാർക്ക് ഇവിടെ നിന്ന് നോക്കാന്ന് കരുതി. അപ്പൊ ഷൂസ് മാത്രമാണ് ഇപ്പൊ വാങ്ങിച്ചിട്ടുള്ളൂ സത്യം പറഞ്ഞാല്. ഇനിയിപ്പോ ലുലുവിൽ പോയി നോക്കാം. മിക്കവാറും കട അടയ്ക്കുന്നവരെ ഞങ്ങൾ കറങ്ങും ഇങ്ങനെ. യെസ്, മൂവിക്കൊക്കെ വീട്ടിലിടുന്ന ചെരുപ്പ് ഇട്ട് വീട്ടിലിടുന്ന ട്രാക്ക് സ്യൂട്ട് ഇട്ട് വന്നതാ. സ്റ്റുഡിയോന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത് വേഗം പോവാലോ എന്ന് കരുതിയിട്ട്. അപ്പോഴാണ് ഇവിടെ വന്നപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. അല്ല അത്ര തിരക്കൊന്നും ഇല്ലല്ലോ, ഉള്ളിലുണ്ടാവും. പക്ഷെ റോഡില് വലിയ ബ്ലോക്ക് ഒന്നും ഇല്ല. ഞങ്ങളുടെ ഓട്ടോറിക്ഷയില് പിന്നെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് വരികയായിരുന്നു നോക്കാക. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ലുലുവിൽ എത്തിയിട്ട് നോക്കാം. കാല് വിടറി ഒറ്റക്ക് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ ഇത് അങ്ങോട്ട് കയറി. എന്ത് ആരും പിടിക്കില്ല, ഞാൻ ഒറ്റക്ക് വീഴട്ടെ എന്ന്. ഇപ്പൊ സെക്യൂരിറ്റി പിടിച്ച് അതാ നീ ചാടുന്നില്ല ലിച്ചു ഈ തറ പിള്ളേരുടെ കൂടെ. ഞങ്ങൾ ഡീസൻ്റ് ആയിട്ട് നല്ല വഴി കൂടെ വരും. ഇവരാണ് ഇങ്ങനെ അലമ്പ് കളിക്കുന്നത്. അവര് സെൻസർ അടിക്കും. ഏയ് മാളു എങ്ങോട്ടാ? ഒരു കീ ചെയിൻ വാങ്ങാനാണ് ഇപ്പൊ ഇത് പർച്ചേസ് എന്ന് പറഞ്ഞ് ഇവള് നടക്കണം. ഹായ് മസ്റ്റർഡിൽ പോവാ നമുക്ക്. കീ ചെയിൻ മാത്രമേ ഉള്ളൂ. ഉണ്ടോ? പോകുന്നുണ്ടോ ഒറ്റയ്ക്ക്? പൈസ എൻ്റെ കയ്യില അവളുടെ. അവിടെ ചെല്ല്, ഇറങ്ങി ഓടും എടുത്തിട്ട്. മാള് ഫസ്റ്റ് എത്തിയില്ലേ? ഓ ഭയങ്കര സംഭവം. ഞങ്ങൾ ഓടാത്തോണ്ടാ, ഞങ്ങൾ അനങ്ങാതൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞങ്ങളിപ്പോ എത്തി. ലിച്ചു എന്തൊക്കെയോ പറയുന്നു ഗൈസ്, നിങ്ങൾ കേൾക്കണ്ടോ? ലിച്ചു റണ്ണിങ്ങിന് ഫസ്റ്റ് ആയിരുന്നു പണ്ടെന്ന് പറയുമ്പോ 2ാം ക്ലാസ്സിന് അല്ലേ? കുഞ്ഞതാകുമ്പോ അങ്ങനെയായിരുന്നു, മരം കയറാ, മതില് ചാടാ. എനിക്ക് ജനിക്കാതെ പോയ ആൺകുട്ടിയാണ് ഇവളെന്ന് ഉമ്മച്ചി എപ്പോഴും പറയുന്നത്. അതെ, കുഴപ്പമില്ല, വലിയ രസമുണ്ടെന്ന് തോന്നുന്നില്ല ഗൈസ്. ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് ചോദിച്ചു നോക്കാം മുബീനോട്. മാളു എന്താ കാട്ടുന്നേ? മാളു കീ ചെയിൻ കളക്ഷൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. മാളു കീ ചെയിൻ കളക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലെല്ലാം നിന്റെ അടുത്തുണ്ട്. പിന്നെ കാൽക്കുലേറ്റർ അപ്പൊ വാങ്ങാൻ പോകുന്നേ? മാളൂസിന്റെ പൈസ വെറുതെ കളയണോ മാളു ഇതൊക്കെ വാങ്ങിച്ചിട്ട്? ഒരു രസമില്ല. ഇങ്ങനത്തെ ഉണ്ടല്ലോ വലുത്. എന്നാ വാങ്ങിച്ചോ.
പൈസ തീർന്നു കേട്ടോ, നിന്റെ പൈസ തീർന്നേ, ഒക്കെ തീർന്നു. ഇതോടെ എന്റെ കയ്യില് മുഴുവൻ തീർന്നു കേട്ടോ. മുബിക കിട്ടിയില്ല. അങ്ങനെ ഡ്രസ് എടുത്ത് അടുത്തത് അതങ്ങനെയാണല്ലോ. എന്താ മോളു, ആരോ കേറുന്നുണ്ട്. നടന്നു ലിച്ചു, നിനക്കൊന്നും എടുത്തില്ല? എന്താ ചെയ്യുന്നേ? നോക്കട്ടെ. ഇപ്പൊ കട ക്ലോസ് ചെയ്യാനായി. നാളെ ബാക്ക് ടു സ്കൂളിന്റെ ഫുൾ ഷോപ്പിംഗ് കഴിഞ്ഞതാണ്. എന്നിട്ടും ഇതാ ഇവിടെ വെറുതെ ബോക്സ് 2 ഉള്ളത് വെറുതെ പോയിട്ട് ഇതാ സാധനങ്ങൾ എടുക്കുന്നു. എനിക്കൊന്നും കിട്ടിയില്ല. അതങ്ങനെയാണ്, എനിക്ക് ഞാൻ ഒറ്റക്ക് പോയി എടുക്കേണ്ടി വരും മിക്കവാറും. ഒന്നും റെഡി ആയിട്ടില്ല. ഞാൻ പിടിക്കുമ്പോ നിന്റെ തല കിട്ടുന്നില്ല. ഞാൻ കുനിഞ്ഞോളാം. അതുകൊണ്ട് എനിക്ക് പിമ്പിള് വന്നു. എന്താ മാള്, നീ ഇങ്ങനെ ഓടരുത് കേട്ടോ. അങ്ങനെ തൽക്കാലത്ത് ഞങ്ങള് ഈദ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു വീട്ടിൽ പോവാണ്. എനിക്ക് വീഡിയോയില് ഫുഡ് എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. വീഡിയോയില് എത്രത്തോളം കിട്ടിയെന്ന് എനിക്കറിയില്ല, കാരണം മുബിക്കാക്ക് കിട്ടിയിട്ടില്ല ഇപ്പോഴും. റെഡായി ഞാൻ ലൈറ്റ് അടിച്ചിട്ട് മുഖത്തേക്ക്. നിങ്ങളൊക്കെ ഇരട്ടത്തിരിക്കുന്ന എനിക്ക് മാത്രം വിളിച്ചുള്ളൂ. അപ്പോൾ ഫ്രണ്ടിലുള്ള വണ്ടി ലൈറ്റ് അടിച്ചിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇത് അപ്പൊ ഇനി എന്താ, ഇനിയൊന്നുമില്ല. എന്റെ ഡ്രസ്സ് ഇട്ടിട്ട് എന്താ ഞാൻ കാണിച്ചു തരാത്ത വെച്ചാൽ അത് സ്ലീവ്ലെസ് ആണ് ഡ്രസ്സ്. അപ്പൊ അതിന് ഇനി എന്റെ കയ്യില് ജാക്ക് ഉണ്ട്, അല്ല ജാക്ക് റോസ് ഉണ്ട് എന്റെ കയ്യില്. ജാക്കറ്റ് ഉണ്ട്, ഒരു ഡെനിമിന്റെ ജാക്കറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ ഒരു ഇന്നർ ഉണ്ട് ബ്ലാക്ക്. അപ്പൊ അതിൽ ഏതാ മാച്ച് ആവുന്നേ നോക്കണം. ഇല്ലെങ്കിൽ അതിനൊരു മെറ്റീരിയൽ എടുത്തിട്ട് ഞാനൊരു സ്ലീവ് വെക്കും ടൈം ഉണ്ടെങ്കിൽ. അപ്പം അതാണ് ഞാൻ കാണിച്ചു തരാത്തത്. സ്ലീവ്ലെസ് ആയിരുന്നു, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി അത് ഇട്ടപ്പം. ഞാൻ ആ സ്ലീവും കൂടെ സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ എന്തായാലും ലുലുന്ന് ഇറങ്ങി. മുബിക്കാക്ക് ടീഷർട്ട് സെറ്റ് ചെയ്തോളും എന്നാ പറഞ്ഞല്ലേ മുബിക്കാക്ക? നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ നമുക്ക്. അപ്പൊ സെറ്റ് ചെയ്തോളും. പിന്നെ അല്ലെങ്കിൽ ഒരു ടീഷർട്ട് ഉണ്ട് പുതിയത് വീട്ടില്, അതാണെങ്കിലും ഒന്ന് അൾട്ടർ ചെയ്യാണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്തായാലും. അപ്പൊ ഇത് വിശേഷങ്ങളൊക്കെ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമല്ലോ, അപ്പൊ അതിൽ കാണാം. അപ്പൊ ഇപ്പൊ നമ്മൾ പോട്ടെ. അപ്പൊ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ബൈ.